നമസ്കാരം. മൈൻഡ് മാറ്റേഴ്സിലേക്ക് സ്വാഗതം. ഈ ന്യൂ ഇയറിന്റെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന, ചെറിയ കുട്ടികൾക്ക് കൊണ്ടുവരാവുന്ന ഒന്ന് രണ്ട് എനിക്ക് അതും എൻ്റെ ലൈഫിൽ തോന്നിയിരിക്കുന്ന ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ വളരെ എന്താ പറയുക, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതാണോ എന്ന് തോന്നുമെങ്കിലും എനിക്കത് വളരെ നല്ല കാര്യങ്ങളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, ചെറിയൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് കൊച്ചു കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പല കുട്ടികളും അതെ രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ തന്നെ എണീറ്റ് വരിക ചെയ്യാറ്. നിങ്ങളുടെ ആ ബെഡ്ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാനുള്ള ഒരു സ്വഭാവം കൊണ്ടുവരിക. ഡിസിപ്ലിൻ ഒരിടത്ത് തുടങ്ങിയാൽ മതി, അത് പിന്നീട് പലതിലേക്കും അത് പകരണതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് ചെയ്യിക്കാവുന്ന ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കുക. പിന്നെ അവരവർ കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കുക. അത് വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ആ ഒരു കുഞ്ഞു പാത്രം കഴുകുന്നതിൽ നിന്ന് അവർ അതിൽ നിന്ന് പിന്നീട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രണ്ട് നല്ല ക്വാളിറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ എനിക്ക് വന്ന ചില അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ടീനേജ് പ്രായത്തിലാണ് എനിക്കൊരു ഒരു പാവാട കിട്ടി. ഒരു പാവാടയുടെ ഇതാണ് തുണി, അന്ന് തയ്ക്കലാണ്, ഇതുപോലത്തെ റെഡിമെയ്ഡിൻ്റെ ഒരു കാലഘട്ടമൊന്നും അല്ല അധികം. അപ്പം എൻ്റെ കസിൻ ചേച്ചിക്ക് ഒരു വളരെ റെഡ് കളറിലുള്ള ഒരു നെറ്റിൻ്റെ ഒരു ഫുൾ സ്കേർട്ടിന് ഉള്ളത്. ഞാൻ കുഞ്ഞു കുട്ടിയാണ്, അപ്പോൾ എനിക്കൊരു ഹാഫ് സ്കേർട്ടിനുള്ള നല്ല ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് ഒരു നെറ്റിൻ്റെ ഒരു സ്കേർട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്, അപ്പോൾ എനിക്കിത് കണ്ട വഴി തന്നെ എനിക്ക് ആ റെഡ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മാവനാണ് കേട്ടോ തന്നെ, അമ്മയുടെ ചേട്ടൻ തന്നതാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്കും ഇഷ്ടമായില്ല, എനിക്ക് ചേച്ചിയുടെ ആ ഇതാണ് ഇഷ്ടമായത്, എനിക്കിത് എൻ്റെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ എന്ത് കിട്ടിയാലും നമ്മൾ തൃപ്തിയോടെ നന്ദിയോടെ സ്വീകരിക്കണം. ഒരിക്കലും ഇങ്ങനെ ഒരു നന്ദികേട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക അതൃപ്തി കാണിക്കരുത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരാൾ സ്നേഹത്തോടെ തരുമ്പോൾ നമ്മളത് സ്നേഹത്തോടെ സ്വീകരിക്കാൻ പഠിക്കണം, നന്ദി കാണിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ചെറിയൊരു കാര്യമാണെങ്കിലും അത് ഞാൻ ഇപ്പോഴും ഓർക്കണ ഒരു കാര്യമാണ്. അവർ തരണത് നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കാൻ പഠിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് നിൽക്കാൻ, നമുക്കുള്ള സൗഭാഗ്യങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ട് അടുത്ത സൗഭാഗ്യങ്ങൾ നമുക്ക് തേടാം. നമ്മൾ എന്താ പറയുക ആംബിഷ്യസ് ആവരുതെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ഇപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങളെ മറന്നുകൊണ്ട് നമ്മൾ പോവാതിരിക്കുക. ഇതിൽ നമ്മൾ തൃപ്തി കാണിച്ചാൽ മാത്രമേ അടുത്ത ഒരു ലെവലിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. തൃപ്തി ഇല്ലാത്തവർക്ക് ഒരു കാലത്തും തൃപ്തി ഉണ്ടാവാൻ പോണില്ല. അടുത്തൊരു കാര്യം, ഞാൻ ഇതുപോലെ യാത്ര ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനേക്കാൾ കൂടുതൽ ഗുരുതുല്യമായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞാൻ യാത്ര ചെയ്ത അവസാനം ഓട്ടോയിലൊക്കെയാണ്. ഓട്ടോയിൽ ഇത് പൈസ കൊടുക്കാൻ ഓട്ടോ നിർത്തി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബാഗ് തുറന്നു, സിപ്പ് തുറന്നു, പേഴ്സ് എടുത്തു. ഇത് കൊടുത്തപ്പോൾ ആ ചേച്ചി എൻ്റെ സുഹൃത്തുമാണ്, എൻ്റെ ഒരു സിസ്റ്റർ പോലെയാണ്, എൻ്റെ ഒരു ഗുരു പോലെയാണ്. ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇത് നേരത്തെ ചെയ്യാൻ പഠിക്കണം. അതായത് നമ്മൾ ഓട്ടോയിൽ എത്തുമ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് നമുക്കറിയാം എത്താറായിന്ന്. അപ്പം തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്തു വയ്ക്കാം. നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഇപ്പോഴും അത് ഓർത്ത് വെക്കാറുണ്ട്. ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റേ ബാഗ് ഒന്ന് തുറക്കാം, പേഴ്സ് ഒന്ന് തുറന്ന് രൂപ എടുത്ത് കയ്യിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങ് മറന്നുപോയാൽ അത് പോയതാ. അത്രയും വേണ്ട, നമുക്കൊന്ന് റെഡി ആയിട്ടിരിക്കാം. അത് നിർത്തിക്കഴിഞ്ഞ് തുറക്കാൻ പോകുമ്പോൾ 1, 2, 5 മിനിറ്റ് നമ്മളവിടെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് സേവ് ചെയ്യാവുന്ന ഒരു സമയമാണ്. പിന്നെയുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയപ്പോൾ 5 സ്റ്റാർ അക്കോമഡേഷൻ ഒക്കെയാണ് കിട്ടിയത്. അന്നൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറാന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നല്ല വെള്ള ടൈലൊക്കെ ഇട്ട ഒരു ബാത്റൂം. അപ്പോൾ അന്ന് ബാത്റൂമിൽ കൂടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതുപോലെ എന്നെ മെൻറ്ററായിട്ട് കരുതുന്ന ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നന്നായിട്ട് കുളിക്കാൻ അറിയില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, കുളി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ബാത്റൂം, ആ കുളിച്ച സ്ഥലം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ മുടി കൊഴിഞ്ഞ് വീണതോ അങ്ങനെ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആവും. പ്രത്യേകിച്ച് വൈറ്റ് ടൈലൊക്കെ ഇട്ട ബാത്റൂം ആകുമ്പോൾ അത് ചെറിയ കാര്യമാണെങ്കിലും ഞാൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ബാത്റൂം പെട്ടെന്ന് വൃത്തികേടാവില്ല. അടുത്ത ആൾ തെന്നി വീഴാനുള്ള സാധ്യതകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. കൊച്ചു കുട്ടികളാകുമ്പോഴേ നമ്മൾ ഈ ശീലങ്ങൾ കൊണ്ടുവരാൻ നല്ലതാണ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, വാഷ് ബേസിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, വാഷ് ബേസിൻ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഭക്ഷണ ശകലങ്ങൾ അവിടെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീണത്. പലപ്പോഴും ചില ഹോട്ടലിൽ കയറി കഴിയുമ്പോൾ നമ്മളൊന്ന് കൈ ആദ്യം വാഷ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് അപ്പോഴേ തന്നെ കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹമേ ഇല്ലാണ്ടാവും. കാരണം ആ വാഷ് ബേസിൽ മുഴുവനും ഭക്ഷണത്തിന്റെ ശകലങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാം. അതാ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് ആ വാഷ് ബേസിൽ ഇരിക്കും. ഇതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും അത് നമ്മുടെ ചെറിയ പ്രായത്തിലെ ആ ശീലങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
എന്താ പറയുക, അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു സ്വഭാവമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പുതുവത്സരം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും എല്ലാം നൽകട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും നല്ല ഒരു പുതുമയുള്ള സന്തോഷം നിറഞ്ഞ വർഷം ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.